പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ശാലോം ഫെലോഷിപ്പ് നൈറ്റിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ശാലോമിൻ്റെ ഉപകാരികളുടെ, വായനക്കാരുടെ, പ്രേക്ഷകരുടെ, ശാലോമിനെ സ്നേഹിക്കുന്നവരുടെ ഒരു പ്രാർത്ഥന സംഗമമാണ് ശാലോം ഫെലോഷിപ്പ് നൈറ്റ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവപരിപാലനയിൽ മാത്രം പൂർണ്ണമായി ആശ്രയിച്ചു പോകുന്ന ഒരു ശുശ്രൂഷയാണ് ശാലോം. ശാലോമിനെ സ്നേഹിക്കുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം സ്വീകരിച്ച് നൽകുന്ന തുകയാണ് ശാലോമിൻ്റെ സമ്പത്ത്. കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളധികമായി ദൈവം ഒന്നിനും കുറവില്ലാതെ ശാലോമിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. യാഹ്വേ ഇരെ എന്ന് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് അബ്രാഹാം തൻ്റെ മകനോട് പറഞ്ഞത് ഇന്ന് ഈ നാളുകളിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അർത്ഥപൂർണമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധാലുവാണ്, അവിടുന്ന് പരിപാലിക്കുന്നവനാണ് എന്ന വ്യക്തമായ സന്ദേശമാണ് ശാലോമിലൂടെ ദൈവം നമുക്കെല്ലാവർക്കും നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 3-ാം ബുധനാഴ്ച ശാലോം നിങ്ങൾക്ക് വേണ്ടി മാത്രം നീക്കിവെച്ച ദിവസമാണ്. ശാലോമിൻ്റെ ചാപ്പലിൽ ശാലോമിൻ്റെ ശുശ്രൂഷകർ ശാലോമിൻ്റെ ഉപകാരികൾക്ക് വേണ്ടി ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഇതിൻ്റെ പരിസമാപ്തി എന്നോണം നമ്മൾ ഈ സമയത്ത് ഒരുമിച്ച് കൂടുകയാണ്. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രത്യേകമായി ഇവിടെ ഒരു ടീം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥന അപേക്ഷകൾ ശാലോമിലേക്ക് അയക്കാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവാനുഗ്രഹം സ്വീകരിക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഒരു നിമിഷം നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട വളരെ പ്രശസ്തമായ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ലെഫ്റ്റ് ടു ടെൽ. ലെഫ്റ്റ് ടു ടെൽ. ഈ കഥനകഥ പറയുവാൻ എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അതാണ് ആ പുസ്തകത്തിൻ്റെ തലക്കെട്ടിൻ്റെ അർത്ഥം. ഈ പുസ്തകം എഴുതിയത്, ഈ വേദനാജനകമായ ഈ കഥ പറയുന്നത് ഇമാക്കുലി ഇലിബഗൈസ എന്ന ഒരു സ്ത്രീയാണ്. 1994 ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിൽ വലിയ ഒരു കൂട്ട കൊല നടന്നു. 8 ലക്ഷത്തോളം ആളുകൾ, സ്ത്രീ പുരുഷന്മാരും കുട്ടികളും 100 ദിവസങ്ങൾ കൊണ്ട് അവിടെ വധിക്കപ്പെട്ടു. ടുട്സി എന്ന ആ ഗോത്ര വിഭാഗക്കാരെ തെരഞ്ഞുപിടിച്ച് ശത്രുക്കൾ ആക്രമിച്ച് കൊല്ലുകയായിരുന്നു. ഈ ഇമാക്കുലി വീട്ടിൽ വന്നത്, അവൾ ഈസ്റ്ററിന് വെക്കേഷന് വന്നതാണ്, ഈസ്റ്റർ ആഘോഷിക്കാൻ വന്നതാണ്. ആ സമയത്താണ് ഈ കൂട്ടക്കൊല ഉണ്ടാകുന്നത്. അവളുടെ വീട്ടിലെല്ലാവരെയും, അപ്പനെയും അമ്മയെയും 2 സഹോദരന്മാരെയും അടുത്ത ബന്ധുക്കളെയും ഈ നിഷ്ഠൂരരായ വ്യക്തികൾ തേടിപ്പിടിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്നാൽ ഒരു പാസ്റ്ററുടെ കാരുണ്യ നിമിത്തം അവൾ രക്ഷപ്പെട്ടു. ഈ പാസ്റ്റർ ചെയ്തതാണ്, അദ്ദേഹത്തിൻ്റെ കുളിമുറിയിൽ ഇമാക്കുലിയെയും അവളുടെ 7 കൂട്ടുകാരെയും ഒളിപ്പിച്ചു. അവരവിടെ ചെലവഴിച്ചത് 1-2 ദിവസങ്ങളല്ല, നീണ്ട 91 ദിവസങ്ങൾ ഈ ഇടുങ്ങിയ കുളിമുറിയിൽ അവർ ചെലവഴിച്ചു. ഈ സമയമൊക്കെ ഈ ഇമാക്കുലി ഉണ്ട് എന്ന് അവർക്കറിയാം. അവളെ തേടി കൊലപാതകികൾ വരികയാണ്. ഇവരുടെ കാൽപ്പെരുമാറ്റം കേൾക്കുമ്പോൾ ഇവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയാണ്. അവർ പറയുന്നുണ്ട്, ഇവളിവിടെ ഉണ്ട്, എവിടെയാണെന്ന് നോക്കി തിരയുകയാണ്. പക്ഷേ ദൈവം അവളെ പൊതിഞ്ഞ് സൂക്ഷിച്ചു. അവൾ ചെയ്തതെന്താണെന്നറിയാമോ? അവളുടെ പിതാവ് അവൾക്ക് നൽകിയിരുന്ന ആ ജപമാല ഉപയോഗിച്ച് അവൾ ദൈവമാതാവിൻ്റെ നിരന്തരമായ പ്രാർത്ഥനയും ദൈവമാതാവിൻ്റെ സഹായവും ചോദിച്ചു കൊണ്ടിരുന്നു. അവൾ പറയുന്നു, ഈ 91 ദിവസവും ഭയം എന്നെ കീഴടക്കാൻ നോക്കി, പക്ഷേ ദൈവത്തിൻ്റെ അദൃശ്യകരമായ കരം എൻ്റെ മേലുണ്ടായിരുന്നു. ഞാൻ ഭയത്തെ കീഴടക്കി ദൈവത്തിൻ്റെ ശക്തിയാൽ
ആ 91 ദിവസങ്ങളെയും എനിക്ക് നേരിടുവാനായിട്ട് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കലാപം അടങ്ങി അവൾ തിരിച്ചു വന്നപ്പോൾ അവൾ കണ്ടത് അവളുടെ വീട്ടിൽ ആരുമില്ല. പ്രിയപ്പെട്ടവരെല്ലാം കൊല ചെയ്യപ്പെട്ടു. പക്ഷേ അവൾ ഒരു തീരുമാനമെടുത്തു, ഞാൻ കീഴടങ്ങുകയില്ല, ഞാൻ ദുരന്തത്തിന് കീഴടങ്ങുകയില്ല, ഞാൻ ദുഃഖത്തിന് കീഴടങ്ങുകയില്ല, നിരാശയ്ക്ക് കീഴടങ്ങുകയില്ല. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം, ശേഷിച്ച ജീവിതം മാറ്റിവെക്കുമെന്ന് തീരുമാനമെടുത്ത് അവൾ യേശുവിനായി ജീവിക്കുവാനായി ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ അവൾ ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ, ആ നാളില് ഒരു ദിവസം അവൾ ആ മനുഷ്യനെ കണ്ടെത്തി. ആരാണത്? അവളുടെ അമ്മയെയും 2 സഹോദരന്മാരെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ആ മനുഷ്യനെ അവൾ ഒരു ദിവസം വഴിയിൽ വെച്ച് കണ്ടു. സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും വലിയ ശത്രുതയും രോഷവും വെറുപ്പും ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അവൾ യേശുവിൻ്റെ പക്ഷത്ത് ജീവിച്ചിരുന്നത് കൊണ്ട്, യേശുവിൻ്റെ മനോഭാവം സ്വന്തമാക്കിയ ഒരു വ്യക്തിയായിരുന്നത് കൊണ്ട് അവൾ ആ സഹോദരൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, ഞാൻ നിന്നോട് യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവൾ പറയുകയാണ്, ഞാൻ ഈ വാക്കുകൾ ഉച്ചരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ലിബറേഷൻ, വലിയൊരു വിമോചനം അനുഭവപ്പെട്ടു, വലിയൊരു സ്വാതന്ത്ര്യം അനുഭവപ്പെട്ടു. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അവൾ ഈ സന്ദേശവുമായി പോവുകയാണ്. അനേകരുടെ ജീവിതത്തെ ഉണർത്തിക്കൊണ്ട്, ദൈവ സാന്നിധ്യം നൽകിക്കൊണ്ട് ഇന്നും ഇമാക്കുലി ജീവിക്കുന്നു. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് നിരുപാധികം ക്ഷമിക്കുവാനായിട്ട് തീരുമാനമെടുക്കാം. കീഴടങ്ങാം, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കീഴടങ്ങാം. ദൈവമേ, അവിടുന്ന് എൻ്റെ നിരവധിയായ തെറ്റുകൾ എത്രയോ പ്രാവശ്യം ക്ഷമിച്ചിട്ടുണ്ട്, ഞാനിതാ അങ്ങയുടെ നാമത്തിൽ ഞാനും ക്ഷമ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചവരോട് പൂർണ്ണമായും ക്ഷമിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഈ രാത്രിയിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ജീവിക്കുന്നവനായ കർത്താവ് നമ്മുടെ മുമ്പിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ, കുഞ്ഞുങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. നിങ്ങളുടെ ഉത്കണ്ഠകൾ, ഭാരങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ ആയിരിക്കുവാൻ പ്രഭാതം മുതൽ നമ്മൾ ഉയർത്തിയ പ്രാർത്ഥനകളുടെയും ആരാധനയുടെയും പരിസമാപ്തിയിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമ്മളവിടുത്തെ ആരാധിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്, നന്ദി പറയുകയാണ്. നമുക്കേറെ സ്നേഹത്തോടെ ഗാനം ആലപിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ ഇടങ്ങളിലേക്ക്, നാം ആയിരിക്കുന്നിടത്തേക്ക് നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിന്നിടയനേ ആരാധന, ഇസ്രായേലിൻ നാഥന് ആരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു വന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 25-ാം തിരുവചനത്തിൽ ദൈവം എന്നേക്കുമായി നമുക്ക് നൽകുന്ന കൽപ്പന, അവൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. നിങ്ങളുടെ ഭക്ഷ്യ പാനീയങ്ങളെ ഞാൻ ആശീർവദിക്കും. നിങ്ങളുടെ രോഗങ്ങൾ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. നിങ്ങളുടെ ദേശത്ത് വന്ധ്യതയോ ഗർഭചിത്രമോ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഞാൻ ദീർഘായുസ് നൽകും. അനുഗ്രഹങ്ങളുടെ ദൈവം തൻ്റെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്ന സത്യം, നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിക്ക് യാതൊന്നിനുമേ ഒരു കുറവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലല്ലേ ഇരിക്കുന്നത്. 110-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. സഹോദരങ്ങളെ, ഒരുപക്ഷെ ഒത്തിരി രോഗത്തിൻ്റെ അവസ്ഥയിലൂടെയാണോ ഈ രാത്രി നീ തളർന്നിരിക്കുന്നത്? നിന്റെ മക്കളെക്കുറിച്ച് ഭാരപ്പെട്ട് ഇരിക്കുന്നൊരു വ്യക്തിയാണോ? നിരന്തരമായ തകർച്ച വേട്ടയാടുന്ന ഒരു കുടുംബമോ ഒരു വ്യക്തി ജീവിതമാണോ നിൻ്റേത്? ഒരു സന്തോഷവും സമാധാനമൊന്നുമില്ലാത്തൊരവസ്ഥയാണോ? പ്രിയമുള്ളവരെ, പല ശത്രുക്കൾ നമ്മുടെ ജീവിതത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നല്ല ഈശോ പറയുക, നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക, നീ എൻ്റെ മുമ്പിൽ വന്നിരിക്കുക. നീ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നിന്റെ ശത്രുക്കളെ നിന്റെ പാദത്തിൻ്റെ കീഴിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന സർവശക്തനായ കർത്താവിൻ്റെ സന്നിധിയിലാണ് ഈ രാത്രി നമ്മൾ എത്തി നിൽക്കുന്നത്. സാധിക്കുന്നവർക്ക് 2 കരങ്ങളും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ദിവ്യകാരുണ്യത്തിലേക്കൊന്ന് നീട്ടിപ്പിടിക്കുക. അവൻ്റെ ശക്തി നമ്മളിൽ ഇപ്പോൾ പ്രവർത്തിക്കട്ടെ. അവൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരട്ടെ. നിന്നെ തളർത്തുന്ന തിന്മ എന്ന ശത്രുവായിക്കൊള്ളട്ടെ, രോഗമെന്ന ശത്രുവായിക്കോട്ടെ, ലോകത്തിന്റെ ശത്രുവായിക്കൊള്ളട്ടെ, ഏത് ശത്രുവായിക്കോട്ടെ, സ്വന്തം കുടുംബത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ശത്രുവിന്റെ കരമായിക്കൊള്ളട്ടെ, യേശു നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യേശുവെ പരാജയപ്പെടുത്തും. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എല്ലാ ഭാരങ്ങളും സമർപ്പിക്കാം. ഈ രാത്രി നിന്റെ അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. യേശു നിന്റെ സങ്കടങ്ങൾ എടുത്തു നിൽക്കുന്ന രാത്രി, നിന്നെ അനുഗ്രഹിക്കുന്ന രാത്രി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അവനെ ആരാധിക്കാം, യേശുവിനെ ആരാധിക്കാം. ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരാധിക്കുക. യാത്ര ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ യേശുവിനെ ആരാധിക്കുക. വിവിധ മീഡിയയിലൂടെ, ഷാലോം ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ദൈവത്തിന്റെ പ്രിയ സഹോദര സഹോദരി, നിന്റെ ഭവനം, നിന്റെ ഇടം ഒരു ആരാധനയുടെ ഇടമാക്കി മാറ്റുക. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തും. ഒരു പുതിയ ജീവിതം നിനക്ക് നൽകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധനയിലൂടെ നീ തരുന്ന സൗഖ്യത്തിന് നന്ദി പറയുന്നു. രോഗശാന്തികൾക്ക് നന്ദി പറയുന്നു. വിടുതലിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവകരം പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. ദുഃഖപീഡകൾ, നിരാശകൾ എടുത്തു നീക്കുന്നതിനായി നന്ദി പറയുന്നു. മക്കളുടെ ഭാവി അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. ജീവിതത്തിന്റെ തടസ്സങ്ങൾ എടുത്തു നീക്കി അനുഗ്രഹിക്കുന്ന ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഓ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം,
വല്ലഭൻ. ഓ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ. നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ ചേർത്ത് വെച്ച് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ മക്കള് എല്ലാവരും ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഈ നാളുകളിൽ ഞങ്ങളുടെ കുടുംബം കടന്നു പോകുന്ന വേദനയുടെ, ദുഃഖത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും സാഹചര്യങ്ങളെയും ഈ നിമിഷങ്ങൾ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ, ഓരോ വേദന തീരുന്നതിന് മുൻപേ അടുത്ത വേദനകൾ വരുന്ന രീതിയിൽ അത്രമാത്രം വലിയ ബുദ്ധിമുട്ടുകളിലൂടെ ഈ നാളുകളിൽ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഈശോയെ, നിരന്തരമായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത അനേക പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഈശോയെ, ഈ നിമിഷങ്ങളിലൊക്കെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. അവിടുന്ന് ഇതിലെല്ലാം മതിയായവനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, അവിടുന്ന് സർവ്വശക്തനാണല്ലോ. അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ അവിടത്തേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ ഈ രാത്രിയിൽ ഏറ്റുപറയുന്നു. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, പഠന മേഖലകൾ, ജോലിയുടെ കാര്യങ്ങളിലെല്ലാം ഈശോയെ അവിടുത്തെ കരുണ ചൊരിയണമേ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തിക വരുമാന മാർഗങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, രോഗത്തിലൂടെ കടന്നു പോകുന്നതിൻ്റെ വേദനകൾ ഞങ്ങൾ ഒത്തിരി നാളുകൾ അനുഭവിക്കുന്നുണ്ട്. കർത്താവെ, ആ വേദനകളെല്ലാം ചേർത്ത് വയ്ക്കുന്നു. കർത്താവെ, കുടുംബത്തിലൊരു സന്തോഷം, സമാധാനം ഒന്നും ലഭിക്കാത്ത അവസ്ഥകളുണ്ട്. കർത്താവെ, പരസ്പരം സ്നേഹിക്കാനും അംഗീകരിക്കാനും പറ്റാത്തതിൻ്റെ വേദനകൾ ഞങ്ങൾക്കുണ്ട്. കർത്താവെ, ഈശോയെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും നൊമ്പരങ്ങളെയും അവിടുത്തെ സന്നിധിയിലേക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിലേക്ക് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഈ രാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം നൽകുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഈശോയെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനാണല്ലോ, ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ പിടഞ്ഞവനാണല്ലോ. അവിടുന്ന് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ഉത്തരം അവിടുത്തെ സന്നിധിയിലുണ്ടെന്ന് വിശ്വസിച്ച് ഈ രാത്രി അവിടുത്തെ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ തക്ക രീതിയിൽ അവിടുത്തെ കരുണ വർഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇന്ന് കടന്നു വരണമേ ഈശോയെ. ഞങ്ങളുടെ നൊമ്പരങ്ങളിലേക്ക് ഇന്ന് കടന്നു വരണമേ ഈശോയെ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് അവിടുന്ന് ഇടപെടണമേ കർത്താവേ. അവിടുന്ന് ഉത്തരമായി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, അവിടത്തേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രി, ഇന്ന് സ്വർഗം തുറന്ന് ഞങ്ങളെ സന്ദർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഓ കർത്താവേ, രാത്രി ഹൃദയം നുറുങ്ങി മനമൊരുകി ഞങ്ങളിതാ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അരുളി ചെയ്തല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഓ ഈശോയെ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെ മുഴുവൻ സമർപ്പിച്ച് അങ്ങയുടെ പക്കലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളുടെ മേലും അങ്ങ് ഇടപെടണമേ. പ്രതിസന്ധികളുടെ മേൽ അങ്ങ് രാത്രി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കടബാധ്യതകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു, കടക്കണികളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. സുഭാഷിത വചനം 8:21, ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. ഓ കർത്താവേ, ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്നു.
സാമ്പത്തിക മേഖല അങ്ങ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടക്കണിയിൽ നിന്ന് ഞങ്ങൾക്ക് വിമോചനം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 45:3 വചനം, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ നൽകും. വഴികൾ തുറക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാതിലുകൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യം തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു മാത്രം, യേശു മാത്രമല്ല പരിഹാരം. യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രമല്ല പരിഹാരം. എനിക്കായി പരിഹാരം ചെയ്തവനെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. എനിക്കായി പരിഹാരമായവനെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന മക്കൾ അവരുടെ എല്ലാ രോഗാവസ്ഥകളെയും ഇപ്പോൾ ദിവ്യകാരുണ്യനാഥൻ്റെ പക്കലേക്ക് ചേർത്ത് വയ്ക്കുക. അനേക നാളുകളായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, പ്രത്യേകിച്ചും മാറാ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവർ, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവർ ഇപ്പോൾ തങ്ങളുടെ രോഗാവസ്ഥകളെ വൈദ്യനായ യേശുവിൻ്റെ മുൻപിലേക്കൊന്ന് ചേർത്ത് വയ്ക്കുക. ഒരുപക്ഷെ ഈ നാളുകളിൽ ഡോക്ടറെ കാണുവാൻ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നവരുണ്ടാവാം. ഓപ്പറേഷൻ ഡേറ്റുകൾ ഡോക്ടർ നൽകിയ വ്യക്തികൾ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടാവാം. അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം ഇപ്പോൾ അവരുടെ മേൽ ദൈവം ചേർത്ത് വയ്ക്കട്ടെ. ദിവ്യകാരുണ്യനാഥനിൽ നിന്ന് സൗഖ്യം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐസിയുവിൽ കഴിയുന്നവർക്ക് വേണ്ടി അവരുടെ ബന്ധുമിത്രാദികൾ ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വെന്റിലേറ്ററിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ ബന്ധുമിത്രാദികൾ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാ രോഗികളായ മക്കളെയും സമർപ്പിച്ച് അവരുടെ വേദനകളെ ചേർത്ത് വെച്ച് ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. എന്റെ രോഗക്കിടക്കയതിൽ എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ പാപസംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ. എന്റെ രോഗക്കിടക്കയതിൽ എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ പാപസംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ. നമുക്ക് ഈ നിമിഷം നമുക്ക് മുട്ടുമേൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, നമ്മുടെ എല്ലാ ഇപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ അർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവ് ഇപ്പോൾ ആശീർവദിക്കുന്ന സമയമാണ്, അനുഗ്രഹിക്കുന്ന സമയമാണ്. ആ കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ
യേശുവേ എൻ സ്നേഹിത, യേശുവേ എൻ ആത്മനേ ആരാധന, ആരാധന അങ്ങേയ്ക്കാരാധന. എൻ യേശുവേ അങ്ങേയ്ക്കാരാധന, ആരാധന അങ്ങേയ്ക്കാരാധന. എൻ യേശുവേ അങ്ങേയ്ക്കാരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനാ. നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനാ. യേശുവേ, 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 യേശുവേ. നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനാ. നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മുടെ കൂടെ വസിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്.